നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ ആലപ്പുഴ ഹൗസ് ബോട്ട് യാത്രയുടേതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുമായിട്ടൊരു ബോട്ട് യാത്ര നടത്തി. ആലപ്പുഴയിൽ നിന്നാണ് ആ ബോട്ട് യാത്ര നടത്തിയത്. കുട്ടനാടൻ മേഖലകളിലേക്കാണ് ആ യാത്ര നമ്മൾ നടത്തിയത്. ഞങ്ങളുടെ ബോട്ട് യാത്ര ആരംഭിച്ചത് ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ബോട്ട് ടെർമിനലിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ഈ കാണുന്നവരാണ് ഞങ്ങൾ യാത്രയിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ്. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. 6 പേര് ചെറിയൊരു ഹൗസ് ബോട്ടല്ല, ഞങ്ങളൊരു മോട്ടോർ ബോട്ടാണ് ഞങ്ങൾ യാത്രയ്ക്കെടുത്ത ബോട്ട് മോട്ടോർ ബോട്ടാണ്. ഈ കാണുന്നതെല്ലാം എൻ്റെ ഫ്രണ്ട്സുകളാണ്. ധാരാളം യാത്രാ ബോട്ടുകളും അതേപോലെ ഹൗസ് ബോട്ടുകളും സഞ്ചരിക്കുന്ന ഒരു വലിയൊരു കനാലിലൂടെയാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് തന്നെ. ഈ കനാലിലൂടെയുള്ള യാത്ര ചെന്ന് പ്രവേശിക്കുന്നത് നമ്മുടെ പുന്നമടക്കായലിലാണ്. പുന്നമടക്കായൽ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായലിലേക്കാണ് നമ്മുടെ ഈ ഹൗസ് ബോട്ട് ചെന്ന് പ്രവേശിക്കുന്നത്. ഹൗസ് ബോട്ടുകൾ അല്ലെങ്കിൽ കെട്ടുവള്ളം, ഹൗസ് ബോട്ടിന് ശരിക്കും മലയാളത്തിൽ പറയുന്നത് കെട്ടുവള്ളം എന്നാണ്. കെട്ടുവള്ളം ആലപ്പുഴയുടെ ടൂറിസത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഹൗസ് ബോട്ട് വലിയ വള്ളങ്ങൾ മേൽക്കൂര കെട്ടി അകത്ത് ഒരു വീടിൻ്റെ സൗകര്യങ്ങളോടുകൂടിയുള്ള പണിതുള്ള വള്ളങ്ങളാണ് ഈ ഹൗസ് ബോട്ട് അല്ലെങ്കിൽ കെട്ടുവള്ളങ്ങൾ. മുൻകാലങ്ങളിൽ കേരളത്തിൽ ചരക്ക് കടത്തിന് ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളങ്ങളാണ് ഇന്ന് പ്രധാനമായും ഈ ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൗസ് ബോട്ടുകളായി മാറിയിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഉൾഭാഗം ഒരു വീട് പോലെ ക്രമീകരിച്ചിരിക്കുകയാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ 8 മുറികൾ വരെയുള്ള ഹൗസ് ബോട്ടുകൾ വരെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ പുന്നമടക്കായലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നതാണ് വള്ളംകളിയുടെ നമ്മുടെ ഫിനിഷിംഗ് പോയിൻ്റ്. നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഫിനിഷിംഗ് പോയിൻ്റ് പവലിയനാണ് നമ്മൾ ഇവിടെ ഈ കാണുന്നത്. ഈ കായലിൻ്റെ നമ്മുടെ ഈ ഇടതുവശത്ത് ഈ കാണുന്നതും ഹൗസ് ബോട്ട് ടെർമിനലാണ്. ഇവിടെ നിന്നും ഹൗസ് ബോട്ടുകൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. നമ്മൾ നേരത്തെ ആലപ്പുഴ KSRTC അടുത്തുള്ള കനാലിൽ നിന്ന് ഹൗസ് ബോട്ടുകൾ സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ നമ്മളിവിടെ നിന്നും ഹൗസ് ബോട്ട് സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് നമ്മൾ ഈ കാണുന്നത്. ധാരാളം ഹൗസ് ബോട്ടുകളാണ് ഇവിടെ ടെർമിനലിൽ കിടക്കുന്നത്. ശരിക്കും ഈ ഹൗസ് ബോട്ടുകളുടെ നമ്മുടെ ആ കാണുന്നത് ഈ തെങ്ങിൻ്റെ ഓല കൊണ്ടുള്ള ചകിരി കൊണ്ടാണ് ഹൗസ് ബോട്ടിൻ്റെ മേൽക്കൂര നിർമ്മിക്കുന്നത്. അത് ചെറുതും വലുതുമായ ഹൗസ് ബോട്ടുകൾ ലഭ്യമാണ്. അതിലിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ ബോട്ട് ശരിക്കും പറഞ്ഞാൽ മോട്ടോർ ബോട്ട്സാണ്. ഹൗസ് ബോട്ട് പോലെ തന്നെ നമുക്ക് ഈ മോട്ടോർ ബോട്ട്സും അതേപോലെ ശിക്കാരി വള്ളങ്ങൾ ഇവയെല്ലാം നമ്മുടെ ഈ കായൽ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാനായിട്ട് എല്ലാ ടൈപ്പ് ബോട്ടുകളും നമ്മുടെ ഇവിടെ അവൈലബിളാണ്. പുന്നമടക്കായൽ, കുട്ടനാട്, കൈനകരി കായൽ, മീനപ്പള്ളി കായൽ, വേമ്പനാട് കായൽ എന്നീ കായലുകളുടെ ഇരുവശങ്ങളിലും കായൽ സൗന്ദര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഹൗസ് ബോട്ട് യാത്രകൾ നടത്തുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 11 മണിയോടുകൂടിയാണ് ഈ ബോട്ടിൽ യാത്ര ആരംഭിച്ചത്. ഇവിടുത്തെ ഹൗസ് ബോട്ടുകളെല്ലാം തന്നെ യാത്ര ആരംഭിക്കുന്നത് 11 മണി മുതലുള്ള സമയങ്ങളിലാണ്. നമ്മൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്താലും ഹൗസ് ബോട്ടുകൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താലും എപ്പോഴാലും ഇവരുടെ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 11 മണിയാണ്. 11 മണി മുതൽ വൈകിട്ട് 5-5:30 വരെയാണ് ഹൗസ് ബോട്ടിങ് ആലപ്പുഴയിൽ ഈ കറങ്ങാനായിട്ട് എടുക്കുന്ന സമയങ്ങൾ. അതുപോലെ ഹൗസ് ബോട്ടുകൾ നമ്മൾ ഒന്നിലധികം ദിവസമാണ് സഞ്ചാരത്തിന് എടുക്കുന്നതെങ്കിൽ തന്നെ അത് വൈകിട്ട് 5:30 മണിക്ക് ശേഷമാണെങ്കിൽ അത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ അത് നങ്കൂരമിട്ട് നിൽക്കും. ഹൗസ് ബോട്ടുകൾ സ്റ്റാൻഡേർഡായിട്ടുള്ള ലക്ഷറി, പ്രീമിയം എന്നീ തരത്തിലുള്ള വിവിധ പാക്കേജുകളിൽ തന്നെ ഹൗസ് ബോട്ടുകൾ നമുക്കവിടെ ലഭ്യമാണ്. കുട്ടനാട്, പാതിരാമണൽ, കുമരകം, തണ്ണീർമുക്കം ഭാഗങ്ങളിലാണ് നമ്മൾ ഈ കൂടുതലും ബോട്ട് യാത്ര നടത്തുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള യാത്ര എപ്പോഴും കുട്ടനാട് മേഖലകളിലുള്ള യാത്രയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ഹൗസ് ബോട്ടിൽ കയറിയുള്ള ഈ കായൽ പരപ്പിലൂടെയുള്ള സവാരി, കുട്ടനാട്ടിലെ പാടശേഖരങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള ജനവാസ മേഖലകളും അതേപോലെ കായലിലെ ചെളി കൊണ്ടുണ്ടാക്കിയ ബണ്ടുകളും കുട്ടനാട്ടിലെ ജീവിത രീതികളും കാണാനായിട്ട് നമുക്ക് പറ്റുന്നു. കുട്ടനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 4 പ്രമുഖ നദികളാണ് കുട്ടനാട്, വേമ്പനാട് കായലിലേക്ക് ഒഴുകുന്നത്. പമ്പ നദി, മീനച്ചിൽ, അച്ചൻകോവിൽ, മണിമല എന്നിവയാണ് ഈ നദികൾ. അതുപോലെ ഇവിടുത്തെ പാടങ്ങളുടെ പ്രത്യേകത തന്നെ കായൽ പരപ്പിൽ നിന്ന് 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെ താഴ്ന്നാണ് പാടങ്ങൾ നിൽക്കുന്നത്.
ഇവിടെ ബണ്ടുകളുള്ള ഷാപ്പുകളും അതേപോലെ നല്ല മത്സ്യവിഭവങ്ങളും മറ്റു രീതിയിലുള്ള ഭക്ഷണങ്ങളും എല്ലാം ഈ ഷാപ്പിൽ നിന്നായാലും അതേപോലെ ഈ ബണ്ടുകൾ ശേഖരിച്ചിട്ടുള്ള ബണ്ടുകളിൽ നിർമ്മിച്ചിട്ടുള്ള കടകളിൽ നിന്നായാലും നമുക്ക് നല്ല രീതിയിൽ വിഭവസമൃദ്ധമായ ആഹാരങ്ങളും എല്ലാം അവിടെ നിന്ന് നമുക്ക് ലഭിക്കും. നമ്മൾ ഈ കാണുന്ന കായലിൻ്റെയും പാടത്തിൻ്റെയും ഇടയ്ക്കുള്ള വരമ്പത്ത് അല്ലെങ്കിൽ ആ ബണ്ടിൽ താമസിക്കുന്നവർക്ക് യാത്രാമാർഗം എന്ന് പറയുന്നത് ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ. ബോട്ട് അല്ലെങ്കിൽ ചെറിയ വള്ളങ്ങൾ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സർക്കാരിൻ്റെ ബോട്ടുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ബോട്ടുകൾ മാത്രമേ ഇവിടെ യാത്രാമാർഗമായിട്ട് ഇവിടെ താമസിക്കുന്നവർക്കുള്ളൂ. ഈ പ്രദേശം തന്നെ, അതായത് നമ്മുടെ ഈ കുട്ടനാട് പ്രദേശം തന്നെ താഴ്ന്ന പ്രദേശമാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും വളരെ താഴ്ന്ന പ്രദേശമാണ് കുട്ടനാടൻ മേഖലകൾ. അത് ഇന്ത്യയിൽ തന്നെ സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലവും കുട്ടനാട് തന്നെയാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി പരന്ന് പ്രകൃതി ഭംഗിയോടുകൂടി കിടക്കുന്ന ഒന്നാണ് കുട്ടനാട്. സമുദ്രനിരപ്പിന് താഴ്ന്ന് കൃഷി ചെയ്യുന്ന ലോകത്തെ അപൂർവം പ്രദേശങ്ങളൊന്നായ ഈ കുട്ടനാടിനെ 2012 ജനുവരി 31 കാർഷിക പൈതൃക നഗരമായി കുട്ടനാടിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെല്ല് പ്രധാന കൃഷിയായതുകൊണ്ട് കേരളത്തിൻ്റെ നെല്ലറ എന്നാണ് കുട്ടനാടിനെ വിശേഷിപ്പിക്കുന്നത്. വർഷത്തിൽ 3 പ്രാവശ്യമാണ് ഇവിടുത്തെ നെല്ല് വിളവെടുപ്പ് നടത്തുന്നത് എന്നുള്ളത് കുട്ടനാടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രകൃതി ഭംഗിയോടുകൂടി കിടക്കുന്ന ഒന്നാണ് കുട്ടനാട്. കുട്ടനാടൻ പാടശേഖരങ്ങളിലേക്ക് നെൽകൃഷിക്ക് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളും കീടനാശിനികളും കായലിൽ കലരുന്നതും ബണ്ട് മൂലമോ കായലിൽ തന്നെ നിൽക്കുന്നതും മറ്റൊരു പരിസ്ഥിതി പ്രശ്നത്തിന് കാരണമാകുന്നു. ഇത് കായലുകളിലെ സസ്യങ്ങളുടെയും മറ്റു ജീവജാലങ്ങളുടെയും മത്സ്യങ്ങളുടെയും ജനിതഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് കാരണമായിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. കുട്ടനാട്ടിലെ വിനോദസഞ്ചാര വികസനം മൂലം ധാരാളം ഹൗസ് ബോട്ടുകൾ കായലിലൂടെ ഓടുകയും ഇവയുടെ ഓട്ടം കാരണം കായലുകൾ കൂടുതൽ മലിനപ്പെടാനും ബോട്ടുകളുടെ ശബ്ദം മൂലം മത്സ്യങ്ങൾ കൂട്ടത്തോടെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടാനും കാരണമാകുമെന്ന് പറയുന്നു. എന്നാൽ ഇന്ന് ആലപ്പുഴയിൽ ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിക്കാൻ സീവേജ് ബോട്ടുകളുണ്ട്. അതിനാൽ ഹൗസ് ബോട്ടിൽ നിന്നുള്ള മാലിന്യം കുട്ടനാടൻ കായലിലേക്ക് വീഴില്ല എന്നും പറയുന്നു. ഈ കാണുന്ന ചിറകളിൽ പുതുതായി നിർമ്മിക്കുന്ന വീടുകൾക്കൊരു പ്രത്യേകത കാണാം. കഴിഞ്ഞ പ്രളയ സമയത്ത് വെള്ളപ്പൊക്കം വന്നതിന് ശേഷം നിർമ്മിക്കുന്ന വീടുകൾ തൂണുകൾക്ക് മുകളിലായിട്ടാണ് ഇവിടെ വീടുകളായാലും മറ്റ് കെട്ടിടങ്ങളായാലും നിർമ്മിക്കുന്നത്. പുതിയ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടനാടൻ കായലോരത്തിൻ്റെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ചെറിയ ബോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ കണ്ണിന് ഇമ്പമേകുന്ന കുറേ കാഴ്ചകളും അതോടൊപ്പം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയുമാണ് നാം കാണുന്നത്. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താവശ്യത്തിനും വള്ളം അല്ലെങ്കിൽ ബോട്ടിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു കുട്ടനാടൻ ജനതയുടെ ജീവിതത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. കുളിക്കാനും എന്താവശ്യത്തിനും കായലിലെ ജലം ഉപയോഗിക്കുന്നു. പാചകത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി പഞ്ചായത്തിൻ്റെ പൈപ്പ് ജലം ഉപയോഗിക്കുന്നു. അതേപോലെ ചുറ്റിനും കുടങ്ങൾ വച്ച് ക്യൂ നിന്ന് വേണം ഈ പൈപ്പ് ജലം ശേഖരിക്കാൻ തന്നെ. ഇവിടുത്തെ പ്രധാന വരുമാനം കൃഷിയും മത്സ്യബന്ധനവുമാണെങ്കിലും മറ്റു തൊഴിൽ ചെയ്യുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. അതിൻ്റെ തെളിവുകളാണ് നമ്മൾ ഈ വരമ്പത്ത് കാണുന്ന ചില വീടുകൾ. ഇതിൻ്റെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ബോട്ട് അടുപ്പിച്ച് നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളും ധാരാളം ഈ കുട്ടനാടൻ മേഖലയിൽ തന്നെയുണ്ട്. നമ്മൾ ആ കാണുന്നത് കണ്ടോ, ഈ ചിറയുടെ അപ്പുറത്ത് അല്ലെങ്കിൽ ആ വീടിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഇവിടുത്തെ നെൽകൃഷി പാടശേഖരങ്ങളാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ കനാലിൻ്റെ അല്ലെങ്കിൽ ഈ കായലിൽ നിന്നും 1 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്ററോളം താഴ്ചയിലാണ് ആ പാടശേഖരത്ത് ഇവിടെ കൃഷി ചെയ്യുന്നത്.
കുട്ടനാടിൻ്റെ മനോഹരതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. കുറേ ഗ്രാമങ്ങൾ ചേർന്ന് ഒരു വലിയ ഭൂപ്രകൃതി നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലമാണ് കുട്ടനാട്. തനി ഗ്രാമത്തിൻ്റെ മണവും നിറവും മണ്ണോടും ജലാശയത്തോടും ചേർന്ന മനുഷ്യത്വം ഭൂമിയിൽ നിൽക്കുന്ന ജാതിമത വ്യത്യാസമില്ലാത്ത മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു മനോഹരമായ ഒരിടമാണ് നമ്മുടെ ഈ കുട്ടനാടൻ മേഖലകൾ. നമ്മൾ യാത്ര ചെയ്യുന്ന ബോട്ടിൻ്റെ ഇരുവശങ്ങളിലും കാണുന്ന പാടങ്ങളും ചെറുവരമ്പുകളും തോടുകളും തെങ്ങുകളും നിറഞ്ഞ നന്മ നിറഞ്ഞ ഗ്രാമവാസികളുടെ പ്രകൃതി സൗന്ദര്യം ആണ് കുട്ടനാടൻ മേഖലകൾ. വിദേശികളും സ്വദേശികളും നമ്മുടെ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്നതും മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനെയുള്ള ഈ സവിശേഷത കൊണ്ട് തന്നെയാണ്. യാത്രാവേളയിൽ ഞങ്ങൾ ഇവിടെ ഈ വരമ്പത്ത് ബോട്ട് അടുപ്പിച്ച് ഞങ്ങളിവിടെ ഒരു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടാമതും ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചത്. നല്ല ഭംഗിയുള്ള പാടശേഖരം കണ്ടാണ് ഞങ്ങളിവിടെ നിർത്തിയത്. കണ്ട നമ്മൾ ഈ കാണുന്ന വീട് കണ്ട ഈ ചിറയിൽ കാണുന്ന വീട് പുതുതായിട്ട് നിർമ്മിച്ച വീടുകളാണ്. ഇവിടുത്തെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന കെട്ടുകളും വീടുകളും ഇങ്ങനെയാണ്. 4 തൂണുകൾക്ക് മുകളിലായിട്ടാണ് ഇവിടുത്തെ വീടുകൾ ഇപ്പോൾ പുതുതായിട്ട് പണിയുന്നത്. കാരണം വെള്ളപ്പൊക്കം ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള നിർമ്മാണങ്ങൾ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്. കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ടെർമിനൽ. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഹൗസ് ബോട്ട് യാത്ര ചെയ്താൽ ഒരു 90% യാത്രക്കാരും വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ഹൗസ് ബോട്ട് ഫ്ലോട്ടിംഗ് ടെർമിനൽ. ഇത് മീനപ്പള്ളി കായൽ, നമ്മുടെ കൈനകരി കുട്ടനാട് മേഖലകളിലെ മീനപ്പള്ളി കായലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഹൗസ് ബോട്ട് യാത്ര ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതലും ഈ ഫ്ലോട്ടിംഗ് ടെർമിനൽ വന്ന് വിശ്രമിക്കാണ്ട് പോകത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ ഫ്ലോട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മുടെ കൈനകരിൽ നിന്ന് റോഡ് മാർഗവും ഈ ടെർമിനലിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയാനായിട്ട് ഇവിടെ സ്പീഡ് ബോട്ട് അവൈലബിൾ ആണ്. ഒരാൾക്ക് 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് ബോട്ടിൽ അത്യാവശ്യം ഒരു അരമണിക്കൂറോളം ഈ ഏരിയ ചുറ്റി കറങ്ങി നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ അതൊക്കെ ഇവിടെ ഒരു ആകർഷണമായ ഒരു പ്രത്യേകതയുള്ള ഒരു ടെർമിനൽ തന്നെയാണ് ഈ ഹൗസ് ബോട്ട് ഫ്ലോട്ടിംഗ് ടെർമിനൽ. ഇവിടുത്തെ ഈ കാണുന്ന ബോട്ടാണ് കേട്ടോ ഞങ്ങൾ സഞ്ചരിച്ച ബോട്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. സർബത്ത്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫ്രൂട്ട്സ്, അച്ചാറുകൾ എന്നിവയെല്ലാം ഈ ഫ്ലോട്ടിംഗ് ടെർമിനലുള്ള ഈ ഷോപ്പുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. എന്തൊക്കെയായാലും ഈ യാത്രയുടെ ഈ ഒരു ഇടവേളയിൽ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പറയുന്ന ഹൗസ് ബോട്ട് ഫ്ലോട്ടിംഗ് ടെർമിനൽ. അത് കൈനകരി, മീനപ്പള്ളി കായൽ കൈനകരിയിലാണ് ഈ ടെർമിനൽ ഉള്ളത്. ഞങ്ങൾ ആ ടെർമിനലിൽ നിന്ന് ബോട്ട് വിട്ട് അടുത്തതിന് ഉച്ചഭക്ഷണത്തിന് സമയമായി. ഉച്ചഭക്ഷണത്തിന് വേണ്ടി അടുത്ത് കുറച്ചുകൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹോട്ടലും അതേപോലെ തന്നെ നല്ല കള്ള് ലഭിക്കുന്ന നല്ലൊരു ഷാപ്പും ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്നാണ് നമ്മുടെ ഈ ബോട്ടിൻ്റെ സാരഥി ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അത് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ഹൗസ് ബോട്ട് അടുപ്പിക്കുകയാണ്. അവിടെ നല്ല തെങ്ങുകൾ, നല്ല മധുരമുള്ള തെങ്ങുകളും അതേപോലെ തൊട്ടടുത്തുള്ള ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലെ മീനാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ കരിമീനുണ്ട്, നിങ്ങൾ ആവശ്യപ്പെടുന്ന കരിമീൻ തൂക്കിയെടുത്ത് നമുക്ക് കറി വെച്ച് തരും. അതാണ് അവരിപ്പോൾ ഈ നമ്മളത് കാണിക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഫുഡ് കഴിച്ചത് ഇവിടെ നിന്നാണ്. ഈ ഒരു 2 കിലോ കരിമീനും വാങ്ങിച്ച് ഇവിടെ ഇരുന്ന് തന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഏതൊക്കെയാലും ഈ നല്ല ഹോട്ടലും നല്ല ഫുഡും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാനായിട്ട് സാധിച്ചു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ രണ്ടാമത് നമ്മൾ വന്ന ബോട്ടിൽ കയറി. അപ്പോൾ കൂടെയുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സിൽ ഓരോരുത്തർക്ക് ബോട്ട് ഓടിക്കണം എന്നൊരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് അവർ ആ ബോട്ടിലെ സാങ്ക് അല്ലെങ്കിൽ നമ്മുടെ സാരഥി ഒന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൈ തന്നത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാനായിരുന്നു പറഞ്ഞു. ഏകദേശം അതൊക്കെ ഒരു നല്ലൊരു അനുഭവം തന്നെയാണ്. ബോട്ടിൽ നമ്മളങ്ങനെ സ്റ്റീറിംഗ് പിടിച്ച് നമ്മൾ ബോട്ട് ഓടിക്കുക എന്നുള്ളത് നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ്. മിക്കവാറും എല്ലാ ടൂറിസ്റ്റുകളും ഈ ഹൗസ് ബോട്ടിൽ പോകുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇതേപോലുള്ള സംഭവങ്ങൾ യാത്ര ചെയ്യുന്ന എല്ലാവരും ബോട്ട് ഓടിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർക്കൊക്കെ എല്ലാവർക്കും കുടിക്കുകയും ചെയ്തു. ബോട്ട് ഓടിക്കാനായിട്ട് അവർക്കൊരു അവസരം കൊടുക്കുകയാണ് ടൂറിസ്റ്റുകൾക്ക്. നമ്മുടെ ഇനിയുള്ള യാത്ര കുമരകം തണ്ണുമുക്കം ഭാഗത്തേക്കാണ്. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇപ്പോൾ നമ്മൾ വേമ്പനാട് കായലിലേക്ക് പ്രവേശിക്കുകയാണ്. വേമ്പനാട് കായലിലാണ് നമ്മുടെ ഈ കുമരകവും അതേപോലെ തണ്ണീർമുക്കം മുഹമ്മ ഭാഗങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ധാരാളം ഹൗസ് ബോട്ടുകൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. നല്ലൊരു ഭംഗിയാണ്. അവർ കൂട്ടത്തോടെ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരനിരയായിട്ട് ഈ കായൽ കൂടി ഇങ്ങോട്ട് ഒഴുകി വരുന്നത് കാണാനായിട്ട് നല്ലൊരു ഭംഗി തന്നെയാണ് നമുക്ക്. ഞങ്ങളുടെ ഈ തിരിച്ചുള്ള യാത്രയിൽ ചെറുതായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങി. മഴ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കിയാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുമരകം അതേപോലെ തണ്ണീർമുക്കം ഭാഗത്തേക്കൊക്കെ ബോട്ട് പോയതിന് ശേഷമാണ് നമ്മുടെ യാത്ര അവസാനിപ്പിച്ചത് തന്നെ. നമ്മൾ ഈ കുമരകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ കോട്ടയം ജില്ലയിൽ വേമ്പനാട് കായലിൻ്റെ തീരത്തായി ചെറിയ കുറേ ദ്വീപുകളുടെ ഒരു സമൂഹമാണ് കുമരകം എന്നാണ് പറയുന്നത്. ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കുമരകം. അതേപോലെ തന്നെ കേരളത്തിലെ കണ്ടൽക്കാടുകൾ നിറയുള്ള സ്ഥലങ്ങളിലൊന്നും കുമരകം തന്നെയാണ്. കുമരകം കുട്ടനാട് പോലെ സമുദ്രനിരപ്പിൽ താഴ്ന്നു സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നാണ് കുമരകത്തെ വിശേഷിപ്പിക്കുന്നത്. കുമരകത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വിനോദസഞ്ചാരത്തിന് പുറമെ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും കുമരകത്തെ ജനങ്ങളുടെ ഒരു ജീവനോപാധിയാണ്. അതേപോലെ അവിടെ കണ്ടൽക്കാടുകളും നെൽവയലുകളും തെങ്ങിൻ തോപ്പുകളും കൊണ്ട് സമൃദ്ധമാണ് കുമരകം. നല്ല ഭംഗിയോടുകൂടി നിറഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളൊക്കെ നമ്മുടെ കുമരകത്തിൻ്റെ ഭംഗിയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതേപോലെ ഇഴപിരിയുന്ന ജലപാതകളും കനാലുകളും ഇവിടുത്തെ കൃഷിഭൂമികൾക്ക് ജലം എത്തിക്കുന്നു. കുമരകത്തിൻ്റെ സന്തുലിതമായ മധ്യരേഖ കാലാവസ്ഥ ചെടികളുടെയും മരങ്ങളുടെയും വളർച്ചയ്ക്ക് അനുയോജ്യമായ ഒന്നാണ് കുമരകം. കുമരകത്തു നിന്നുള്ള വിനോദസഞ്ചാരികളുടെ സ്പീഡ് ബോട്ടാണ് നമ്മളാ കാണുന്നത്. 2 നിലയുള്ള കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു ഹൗസ് ബോട്ടാണ് നമ്മളാ കാണുന്നത്. ഫുൾ AC ആണ് ആ ഹൗസ് ബോട്ട്. മഴ കുറച്ച് ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ കുമരകം അതേപോലെ തന്നെ പാതിരാമണൽ ആ ഭാഗത്തിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ തിരിക്കുകയാണ്. മഴ വളരെ ശക്തമായിട്ട് മഴ വന്നുകൊണ്ടിരിക്കുകയാണ്.
ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള ഒരു ഹൗസ് ബോട്ട് യാർഡാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ ബോട്ട് ഇവിടെ നിർത്തുന്നുണ്ട്. വെച്ചാൽ അവർക്ക് ആ ബോട്ടിൽ എന്തോ ഒരു ആവശ്യം ഇവിടെ എന്തോ കൊടുത്തിട്ടുണ്ട്, ബോട്ടിൻ്റെ എന്തോ ഒരു റിപ്പയറിങ്ങായിട്ട് ബന്ധപ്പെട്ട്. അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ബോട്ടിൻ്റെ ആൾ ബോട്ട് അവിടെ നിർത്തുന്നത്. നമ്മളവിടെ ബോട്ട് കെട്ടിയിടാനായിട്ടുള്ള ഒരു ആങ്കറും സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ ബോട്ട് കെട്ടിയിട്ട് നമ്മുടെ ഈ ബോട്ടിൽ ഒരു സാരഥി ചേട്ടൻ അങ്ങോട്ട് പോവുകയാണ്. ശേഷം ഇങ്ങോട്ട് വരും. അതായത് സത്യത്തിൽ നമ്മുടെ ഈ യാത്രകളിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം എത്ര വില കൊടുത്താലും മറ്റെവിടെ നിന്നും കിട്ടില്ല എന്നുള്ള സത്യമായ കാര്യമാണ്. ജീവനും ജീവിതവും ഒടുവിലെല്ലാം കൂട്ടി നോക്കുമ്പോൾ അനുഭവസമ്പന്നമായ മധുരത്താൽ നിറഞ്ഞായിരിക്കണം നമ്മുടെ മനുഷ്യ മനസ്സ് എന്നാണ് ഈ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പുന്നമടക്കായൽ കൂടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചുള്ള യാത്രയും. അതുപോലെ ബോട്ട് റേസിങ്, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ഈ കായലിൽ കൂടിയാണ് നമ്മൾ തിരിച്ചുള്ള യാത്ര. അതുപോലെ അവിടുത്തെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് പവലിയനും, അതായത് പുന്നമടക്കായലിലെ ബോട്ടിംഗ് റേസിൻ്റെ ഫിനിഷ് പോയിൻ്റ് പവലിയനിലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് നമ്മുടെ യാത്ര അവസാനിപ്പിക്കുന്നത്. നേരത്തെ ആദ്യം പോയപ്പോൾ കണ്ട അതേ ഭാഗത്തോട് തന്നെയാണ് നമ്മളിപ്പോൾ തിരിച്ചുള്ള യാത്രയും. അപ്പോൾ ഈ ഹൗസ് ബോട്ട് യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹൗസ് ബോട്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 11 മണിക്ക് ശേഷമേ ആവുള്ളൂ. 11 മണിക്ക് ശേഷം, അതേപോലെ വൈകിട്ട് 5:30 ആ ഹൗസ് ബോട്ട് യാത്ര അവർ അവസാനിപ്പിക്കും. അത് നിയമമാണ്. അത് 5:30 ശേഷം പിന്നെ ഹൗസ് ബോട്ട് ഓടിക്കാൻ പാടില്ല നിയമം. 2-3 ദിവസത്തേക്ക് കിടക്കണമെങ്കിൽ അവർ അവിടെ നിന്ന് അങ്കുലമിട്ട് ഹൗസ് ബോട്ട് കിടക്കും. അതേപോലെ ഏത് റേഞ്ചിലുള്ള ഹൗസ് ബോട്ടുകളും നമ്മുടെ അവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇതിനൊപ്പം ഈ ഹൗസ് ബോട്ടിൻ്റെ ആളുടെ നമ്പർ ഞാൻ ഇതിനൊപ്പം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പർ നോട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. മിതമായ നിരക്കിൽ ഹൗസ് ബോട്ട് വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അനോഷ് എന്നാണ് പേര്. 9895998330. ആ നമ്പറിൽ നോട്ട് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.